നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. തീരെ ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ കാണാറുള്ള രണ്ട് സൈറ്റുകളുണ്ട്. യൂട്യൂബിലാണ് യൂട്യൂബ് ചാനലുകൾ. ഒന്ന് ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറഞ്ഞ ഒരു യുക്തിവാദി. അദ്ദേഹത്തിൻ്റേത് അദ്ദേഹം ഇസ്ലാം മതത്തെയാണ് വിമർശിക്കുന്നത്. അതിതീവ്രമായ വിമർശനം. അദ്ദേഹം കടുത്ത യുക്തിവാദിയാണ്. എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നുണ്ട്, പക്ഷേ ഇസ്ലാം മതമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിമർശനത്തിന് ചില വിമർശനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഈ ഡിങ്കാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അവരുടെ ആ പ്രാർത്ഥന, അതേപോലെ തന്നെ ഡിങ്ങിൻ്റെ പേരൊന്ന് അല്ലാഹുവിൻ്റെ പേര് മാറ്റിയിട്ട് ഡിങ്ങൻ്റെ പേര് കൊടുത്ത് ആ പ്രാർത്ഥന ചൊല്ലുന്നത് കാണാം. അത് ശരിക്ക് ആ മറ്റൊരു ചെല്ലുന്ന പോലെ തന്നെ, മുസ്ലിങ്ങൾ ചെല്ലുന്ന പോലെ തന്നെ അത് ആ പ്രാർത്ഥന അനുകരിച്ച് ചെല്ലുന്നത്. അത് അതുപോലെ തന്നെ ഫ്രീ തിങ്കിങ്ങിനെ പറ്റിയും ഒക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത് ഇടയ്ക്ക്. അപ്പോൾ അത് കേൾക്കുമ്പം വളരെ രസവും ചിരിയും വരുന്ന ഒരു അനുകരണമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും അത് കേൾക്കുമ്പോൾ ഈ ഡിങ്കൻ ഒരു ഭയങ്കര ദൈവവും ഒരു മഹാനായ ദൈവവും അദ്ദേഹം ഭയങ്കരനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ഡിങ്കൻ എന്ന് ഇവിടെ ഇപ്പോൾ പലർക്കും അറിഞ്ഞുകൂടെങ്കിലും നമുക്കറിയാം, അത് ബാലമംഗളത്തിലെ ഒരു കാർട്ടൂൺ കഥാപാത്രമായിരുന്നു. അത് ഒരു മനുഷ്യരൂപം ഒക്കെയുള്ള ഒരു എലിയായിരുന്നു ഈ ഡിങ്കൻ. സോമശേഖർ എന്ന മറ്റൊരു കാർട്ടൂണിസ്റ്റ് രൂപം കൊടുത്തതാണ് ഡിങ്കൻ. അപ്പോൾ അദ്ദേഹത്തെയാണ് ഈ യുക്തിവാദികൾ ഇപ്പം ദൈവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡിങ്കൻ ദൈവം. ആ ഡിങ്കൻ്റെ പേരിൽ ഒരു സമ്മേളനമൊക്കെ നടന്നു എന്ന് തോന്നുന്നു. യുക്തിവാദികളുടെ ഒരു സമ്മേളനം തന്നെ, ഡിങ്കമതം. അപ്പം അതിനെപ്പറ്റി പറയുന്ന ആ ഡിങ്കനല്ലാതെ വേറെ ആരുമില്ല, വേറെ ദൈവമില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പം അതിനെ അനുകരിച്ചുകൊണ്ടുള്ള ആ പദപ്രയോഗങ്ങളും ആ അറബിക് പദപ്രയോഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നല്ല തമാശ തോന്നും. ഇതുപോലെ മറ്റൊന്ന്, ഈ റീന ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ യൂട്യൂബിൽ കാണാറില്ല, ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു. അവരെ ഒരുവിധപ്പെട്ട ആളുകളെല്ലാം ചീത്ത പറയും. ഏതോ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അത് ഒരുവിധപ്പെട്ട ഓർഗനൈസ്ഡ് സഭകളെയെല്ലാം ചീത്ത പറയുന്നതും പാസ്റ്റർമാരെയും വൈദികരെയും ഒക്കെ ചീത്ത പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതും കേൾക്കാൻ വളരെ രസമാണ്. ഇങ്ങനെ ഈ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെട്ടവരെയും ഒക്കെ ചീത്ത പറയുന്നത്. അപ്പം പ്രധാനമായിട്ട് ഇപ്പം നമുക്കറിയാം, വിമർശനം കൂടുതലുണ്ടാവുന്ന ഇസ്ലാം മതത്തിൻ്റെ പേരിലാണ്, ഇസ്ലാം മതത്തിനെതിരായിട്ടാണ്. അത് മുസ്ലിങ്ങൾ തന്നെയാണ് അതിൽ പ്രധാനമായിട്ടുമുള്ളത്. ആരിഫ് ഹുസൈൻ അതിലൊരു പ്രധാനപ്പെട്ട ഒരാളാണ്. ജബ്ബാർ മാഷ് അദ്ദേഹമായിരുന്നു ഒരു തുടക്കക്കാരൻ. പിന്നെ ജാമിദ ടീച്ചർ, ഇങ്ങനെ ഉള്ളവരെല്ലാം ഈ ഇസ്ലാം മതത്തിനെതിരെ ശക്തമായിട്ട് വിമർശിക്കുന്നു. വിമർശനം തെറ്റാണെന്ന് പറയുന്നില്ല. കാരണം ഒരു കാലത്ത് ഈ 1940-ലും 50-ലും ഒക്കെ നമുക്കറിയാം, അന്ന് പൊൻകുന്നമർക്കിയും ഇടമറുകും എ.ടി. കോവൂറും ഒക്കെ ക്രിസ്തുമതത്തിനെതിരെ അതും വൈദികർക്കെതിരെയൊക്കെ അതിശക്തമായ വിമർശനമാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നല്ലതാണ്. കാരണം അത് അങ്ങനെ ആ വിമർശനം വരുമ്പോഴാണ് സഭകളും വൈദികരും ഒക്കെ മെച്ചപ്പെടുന്നത്. അവരുടെ നിലപാടുകളിൽ അവരെ പറ്റി തന്നെ തിരിഞ്ഞു നോക്കുന്നതും മാറ്റങ്ങൾ ഉണ്ടാവുന്നതും. അങ്ങനെ ഒരു മാറ്റം ഇസ്ലാം മതത്തിൽ ഒരുപക്ഷെ ഉണ്ടാകും. മാറ്റങ്ങളൊന്നും പാടില്ല എന്ന് പറയുമെങ്കിൽ കൂടി മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. അത് ഏതുതരമാണ് മാറ്റങ്ങൾ, ഇത് ഉണ്ടാവേണ്ടതെന്ന് ഓരോ മതങ്ങളുമാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ എന്തായാലും ഈ മാറ്റങ്ങൾക്കൊക്കെ പ്രതീകമായിട്ട് അതിനൊക്കെ ഒരു കാറ്റലിസ്റ്റ്, അതിനൊക്കെയുള്ള ഒരു ഒരു വഴിമരുന്നിടുന്ന ആളായിട്ട് നമ്മൾ ഡിങ്കൻ അവതാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിങ്കൻ ഒരു ദൈവവും ഒരു ഭയങ്കരനായ ഒരു ദൈവവും അതിഭയങ്കര ശക്തിയൊക്കെ ഉള്ള ഒരു ദൈവവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ചിലപ്പം 1000 വർഷം കഴിയുമ്പം ഈ ഡിങ്കനെ പറ്റി ചിലപ്പോൾ ആളുകൾ ഒരു ഡിങ്കമതം തന്നെ ശക്തിപ്പെട്ട് രൂപപ്പെട്ട് വളർന്നു വന്നുകൂടാഴുകയില്ല. ആരറിയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കഥകളും മതങ്ങളായിട്ടും വിശ്വാസങ്ങളായിട്ടും ഒക്കെ മാറിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ ഡിങ്കൻ്റെ ശക്തിയും ഡിങ്കൻ്റെ പ്രഭയും പ്രഭാവലയവും നമ്മുടെ യുക്തിവാദികൾക്ക് ഒരു പ്രചോദനമായി മാറിയിട്ടുണ്ട്. അത് ഒരു നല്ല കാര്യം തന്നെ.